അമേരിക്കയിലെ മിന്നിപ്പോളിസിൽ 24 മണിക്കൂറിനുള്ളിൽ നടന്നത് 4 വെടിവെപ്പുകൾ. അവസാനം നടന്ന വെടിവെപ്പിൽ ജീവൻ പൊലിഞ്ഞത് പാവം 2 പിഞ്ചോമനകൾക്ക്. ഇന്നലെ ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. തുടർച്ചയായി നടന്ന ആക്രമണങ്ങളിൽ 4ാമത്തെ ആക്രമണമുണ്ടായത് മിന്നിപ്പോളിസിലെ കത്തോലിക്ക സ്കൂളിൽ. പ്രഭാത വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ മിന്നിപ്പോളിസിലെ അനൗൺസിയേഷൻ സ്കൂളിനോട് ചേർന്നുള്ള ദേവാലയത്തിൽ 8ഉം 10ഉം വയസ്സുള്ള 2 വിദ്യാർത്ഥികൾ ക്രൂരമായി കൊല്ലപ്പെട്ടു. പരിക്കേറ്റ നിരവധി വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അനൗൺസിയേഷൻ സ്കൂളിനോട് ചേർന്നുള്ള ദേവാലയത്തിൽ രാവിലെ 8:30 ദിവ്യബലി അർപ്പിക്കാൻ എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. ദേവാലയത്തിൽ പ്രവേശിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പുറത്തുനിന്ന് തോക്കുധാരി വെടിയുതിർക്കുകയായിരുന്നു. ദേവാലയത്തിനുള്ളിലേക്ക് കടക്കാതെ വശങ്ങളിലായുള്ള ജനാലകളിലൂടെയായിരുന്നു തോക്കുധാരി വെടിയുതിർത്തത്. കൊല്ലപ്പെട്ട 2 കുട്ടികളെ കൂടാതെ 18 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. അതിൽ തന്നെ 14 പേരും വിദ്യാർത്ഥികളാണ്. മിന്നിപ്പോളിസ് പോലീസ് മേധാവി ബ്രയാൻ ഒഹാരയാണ് ഇതേ സംബന്ധിക്കുന്ന വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. ബ്രയാൻ ഒഹാര വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, നിരപരാധികളായ കുട്ടികൾക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വന്ന മറ്റുള്ളവർക്കും നേരെ മനഃപൂർവ്വം നടത്തിയ ആക്രമണമായിരുന്നു ഇതെന്നാണ്. 3 തോക്കുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും വെളിപ്പെടുത്തലുണ്ട്. അതേസമയം വെടിവെപ്പിന് ശേഷം അക്രമി ജീവനൊടുക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പൂർവ്വ വിദ്യാർത്ഥിയായ റോബിൻ വെയ്സ്റ്റ്മാൻ എന്ന 23-കാരനാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഭയാനകമായ സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മിന്നിപ്പോളിസിൽ 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന 4ാമത്തെ വെടിവെപ്പാണിത്. സംഭവത്തിൽ അമേരിക്കൻ കത്തോലിക്ക സഭ നടുക്കം രേഖപ്പെടുത്തി.